സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெடுத்து நான் போடும் கையெடுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெடுத்து காதல் தான் கண்ணெடுத்து அன்பே. மயிலிரே மயிலிரே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் ദേവിക ശിവപ്രസാദിനിപ്പോ മൂത്ത മോനെ വേണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും എന്നെ കാണാനെങ്കിലും എത്തി വിളിക്കെങ്കിലും ചെയ്യായിരുന്നു, ഒരു വീഡിയോ കോളെങ്കിലും. വനവാസം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടൊക്കെ 2-3 ദിവസം ആയല്ലോ. ബാക്കി എല്ലാ മക്കളെയും വിളിച്ചല്ലോ, എന്നെ മാത്രം എന്താ വിളിക്കാത്തെ? ഊരുതണ്ടലൊക്കെ കഴിഞ്ഞിട്ട് എന്റെ പൊന്നുമോനിങ് എത്തിയായിരുന്നോ? നീ ഇതെപ്പോ വന്നു? എടാ തെമ്മാടി, വിളിച്ച ഫോൺ എടുക്കണം. ഭർത്താവിന്റെ കൂടെ ലോകം മുഴുവൻ തെണ്ടിക്കൊണ്ട് നടക്കയില്ലേ, പിന്നെ എങ്ങനെ അമ്മ വിളിച്ച ഫോൺ എടുക്കുന്നത്? ബാക്കി 2 ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുത്തു. എടാ, എനിക്ക് എന്റെ മൂത്ത മോൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി 2. നീയല്ലേ എന്റെ ആദ്യത്തെ മകൻ, അത് നീ മറക്കരുത്. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, നിനക്കാ എന്നോട് സ്നേഹമില്ലാത്തത്. ആദം സക്രിയ ജോൺ എന്ന പേര് കേട്ട് പ്രൊഫസറിനെ കിട്ടിയപ്പോ ഇപ്പൊ നമ്മളെന്ന് വേണ്ട. എനിക്ക് മനസ്സിലാവും. കുഴപ്പമില്ല, അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല. ഓ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് കള്ളനാക്കുന്ന സ്വഭാവം അമ്മയ്ക്ക് ഇതുവരെ മാറിയില്ലല്ലേ? ഇനി എന്റെ കെട്ടിയവനെ പറ. എന്റെ പൊന്നമ്മ, ഇന്നലെ അബദ്ധം വെച്ചാൽ ഞങ്ങൾ അവിടെ ആയിപ്പോയതാ, അത് എന്റെ കയ്യിരിപ്പോണ്ടാ. അതുപോട്ടെ, അമ്മ അവിടുത്തെ കാര്യമൊക്കെ എന്തേ? എല്ലാം സെറ്റ് ചെയ്തോ? അതെല്ലാം പോട്ടെ, അമ്മ ഓക്കെ ആണോ ഇപ്പോ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? മറൈൻ ഗ്രൂപ്പുമായിട്ടുള്ള ഡീൽ എന്തായി അമ്മ? അതെല്ലാം ഓക്കെയാടാ. കമ്പനി കാര്യങ്ങള്, മറൈൻ ഗ്രൂപ്പായിട്ടുള്ള ഡീല് നമ്മളെ വിട്ട് പോയിട്ടൊന്നുമില്ല. അവര് നമ്മള് എന്റെ കേസൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു നമുക്ക് വേണ്ടി. ഡീൽ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യം ഓക്കെയാ, കമ്പനി കാര്യങ്ങളെല്ലാം ഓക്കെയാ. ഞാൻ നിങ്ങളെ കണ്ട് എല്ലാം ഇതാക്കിയിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. ഞാൻ പോകുമ്പോ എന്റെ കൂടെ റാമൻ വരും. പിന്നെ അവന്റെ കൂടെ സിദ്ധു ആണല്ലോ. റാമൻ സിദ്ധുവും കാണാൻ എന്റെ കൂടെ. നിങ്ങൾ ഇവിടെ ആയിരിക്കുമല്ലോ അവരുടെ കൂടെ, ആദമിന്റെയും ഇന്ദ്രയുടെ ഒക്കെ കൂടെ ആയിരിക്കുമല്ലോ. അച്ചുവിന് ഇവിടെ ഏതോ ഹോസ്പിറ്റലിലാണ് കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാ അച്ചുമോ ഇവിടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോ അവൻ സ്വന്തമായിട്ട് എന്തോ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് 1 year മുമ്പേ എന്നോട് പറഞ്ഞതാ. നോക്കാം. അല്ല, എങ്ങനെയുണ്ട് ആദമുമായിട്ടുള്ള ലൈഫ്? ആർ യു ഹാപ്പി? ഹാപ്പിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദമിനെ. ആദമ ഞാൻ എക്സ്പെക്ട് ചെയ്ത ലൈഫേ അല്ല ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ആദമനെ നല്ലപോലെ നോക്കുന്നുണ്ട്. അതിനേക്കാൾ വലുതായിട്ട് എന്താ അമ്മ വേണ്ടേ? ഐ എം സോ ഹാപ്പി വിത്ത് ദിസ്. എന്നാ അമ്മ ഫ്രഷ് ആയിരുന്നോ? ഫുഡ് വല്ലതും കഴിച്ചോ? ഫുഡ് കഴിച്ചില്ലടാ, ഫ്രഷായി. എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു, വേറൊന്നുമല്ല. ഒരു AK ഗ്രൂപ്പ്, അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു ഗ്രൂപ്പ്, നമ്മുടെ ഇവിടുത്തെ ബ്രാഞ്ചുമായിട്ട് AK ഗ്രൂപ്പുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പ്ലാനിന്റെ ആവശ്യമായിട്ട് വന്ന പ്രശ്നമാണ്. AK ഗ്രൂപ്പ് ഇപ്പൊ ഇന്ത്യ ഗ്രൂപ്പ്സിനേക്കാൾ മുമ്പിലാണ്. അതായത് ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ഫിനാൻഷ്യൽ ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. നമ്മളാ 1ാമത് ശിവ ഗ്രൂപ്പ്സ്. എപ്പോൾ വേണമെങ്കിലും അവർ മുമ്പേ കയറാം. അതിനൊരു ചാൻസ് നമ്മൾ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് അമ്മ ഇപ്പം അതിൻ്റെ പറയുക. അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ബ്രാഞ്ച് വരെ ഇന്ന് എനിക്ക് പോകണം. പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അത്രേ ഉള്ളൂ.
അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന്. നീ വരുന്നുണ്ടോ കമ്പനിയിൽ? അല്ല, നിന്റെ PGയുടെ കാര്യം എന്തായി? എൻ്റെ പൊന്നു മോനെ കാശിനാഥേ, അതെഴുതിയിടറാ. എല്ലാം കൂടെ നിൻ്റെ തലയിൽ വെച്ച് തന്നിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് എങ്ങോട്ടെങ്കിലും മാറിയിരിക്കാൻ. പ്ലീസ് എൻ്റെ പൊന്നമ്മ, അമ്മ PG എഴുതിയാലേ കമ്പനി എൻ്റെ പേര് എൻ്റെ മേൽനോട്ടത്തിൽ തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലേ. അല്ലാണ്ട് മര്യാദയ്ക്ക് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ തന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടോ? എൻ്റെ അമ്മ കമ്പനി നോക്കാനൊക്കെ എനിക്കറിയാം. അതിന് ഡിഗ്രി പോരെ, ഈ PG തന്നെ വേണമെന്ന് അമ്മ എന്തിനാ വാശി പിടിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നം. എനിക്കാണെങ്കിൽ ഒരു മാങ്ങാണ്ടി മനസ്സിലാവത്തില്ല അവിടെ പോയിരുന്ന. എടാ പൊട്ടാ, നിന്നെ പഠിപ്പിച്ച് കളക്ടർ ആക്കണമെന്നൊന്നും എനിക്കില്ല. ഇതെല്ലാം കൂടെ നിന്നേലെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഇതിന്റെ MDയുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു PG എങ്കിലും വേണ്ടടാ പറയാ. അതിനാ നിന്നോട് ഈ എഴുതെന്ന് പറയുന്നത്. നീ PG കംപ്ലീറ്റ് ആക്കിയ പിന്നെ ഒന്നും പഠിക്കണ്ട. ഇത് അമ്മ നിനക്ക് ഇപ്പൊ തരുന്ന വാക്കാം. നീ എങ്ങനെയെങ്കിലും PG എഴുതിയെടുക്കാൻ നോക്ക്. ഏതായാലും ഈ വർഷം ഞാൻ PG എഴുതിയെടുക്കും. ആദ്യം എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവും എന്തോ. ഏതായാലും അമ്മ റെഡി ആയി വാ, ഞാനും കൂടെ വരാം ഓഫീസിൽ. ഇവിടെ വെറുതെ ഇരുന്നിട്ട് എന്തിനാ? ഇവിടെ ആരുമില്ല, അച്ചുമില്ല, വേറെ ആരുമില്ല, ആദമുമില്ല. ആദമു വന്നപ്പോൾ തന്നെ എങ്ങോട്ട് ഇറങ്ങി ഓടി. അമ്മ വാ, നമുക്ക് പോവാം. ഞാനിവിടെ വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഓ എന്റെ പൊന്നോ, ആ ആദമിന്റെ കൂടെ നടന്നിട്ട് നിനക്ക് നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയോ? അതിന് ഞാൻ അവനെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. നീ ചെന്ന് റെഡി ആയിട്ടോ, ഞാനപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങാം. ചെല്. ശരിയമ്മ, എന്നാ ഞാൻ പോയി ഡ്രസ്സ് ഒന്ന് മാറ്റട്ടെ. ഇത് അവിടെ നിന്ന് വന്ന കോലവാ. ശരി. 33 വയസ്സായി, ചെറുക്കം മാത്രം വളർന്നില്ല. അമ്മ പറഞ്ഞേക്ക് കേട്ടല്ലോ കാശി. എന്തായാലും നിന്റെ തലേ തന്നെയായി കമ്പനി. നീ തന്നെ ഇത് നോക്കണം. ഒരുത്തൻ ഡോക്ടറേറ്റ് എന്നും പറഞ്ഞ് വലിഞ്ഞു, മറ്റൊരുത്തൻ മനഃപൂർവ്വം വയ്യാന്ന് പറഞ്ഞ് അഭിനയിക്കുക. അവൻ ഒരു കുഴപ്പമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇതെല്ലാം എന്റെ തലയില. അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി എങ്ങനെയൊക്കെയാന്ന് നോക്കിക്കണ്ട് വെക്കുന്നതാണ് എന്തുകൊണ്ടും എനിക്ക് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ അമ്മ എല്ലാം കൂടെ എടുത്ത് തന്നിട്ട് അമ്മ വല്ല വേൾഡ് ട്രിപ്പിനും പോവും. ഞാനിവിടെ തേഞ്ഞിരിക്കേണ്ടി വരും. അന്നേരം ഞാൻ ഇരുന്ന് ഇക്ഷ എണ്ണ വരയ്ക്കേണ്ടി വരും മിക്കവാറും ഈ പോക്കാണെങ്കിൽ. അതിനേക്കാളും നല്ലത്. അച്ഛനോട് ഞാൻ ഇല്ലാന്നല്ലേ പറഞ്ഞേ. അത് അർജുനേട്ടനല്ലേ, എന്തിനാ ഇത്ര റേസ് ആവുന്നേ? ഇവിടെ ആരും ഇല്ല. ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പോയി നോക്കിയാലോ? പോയി നോക്കാം. അർജുൻ പതുക്കെ. ഇത് നമ്മൾ രണ്ടുപേരും മാത്രമുള്ള അമേരിക്കയിലെ നമ്മുടെ വീടല്ല. ഇവിടെ എല്ലാരും ഉണ്ട്. നീ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. ഇതുകൊണ്ട് തന്നെയാ നിന്നെ ഞാൻ പലതും അറിയിക്കാതിരുന്നത്. അർജുൻ, നീ വിചാരിക്കും പോലെയൊന്നും അല്ല. റിലേഷൻഷിപ്പിനൊന്നും പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫാ നീ ജീവിക്കാൻ പോകുന്നേ? നിന്നോട് ഞാൻ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമായി, ഇത് വിട് എന്ന്. നീ എന്താ കേൾക്കാത്തെ? അർജുൻ, നീ വിചാരിക്കുമ്പോൾ ഇത്ര സിമ്പിൾ അല്ല കാര്യങ്ങളൊന്നും. പലതും പുറത്തു വരും. നീ ഇനി വേണ്ടാത്ത നിനക്ക് ശ്രമിച്ചു കഴിഞ്ഞാ. എന്ത് പലതും പുറത്തു വരുമെന്ന്? അല്ല, അച്ഛനെന്താ ഈ പറയുന്നേ? അച്ഛനെന്താ പറഞ്ഞു ഒപ്പിക്കാൻ ശ്രമിക്കുന്നല്ലെങ്കിൽ? അച്ഛനോട് ഞാനും പണ്ടേ പറഞ്ഞതാ ഇക്കാര്യത്തിൽ അച്ഛൻ ഇടപെടരുതെന്ന്. ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലൂപ്പ് ഉണ്ട്. ആ സർക്കിളിൽ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ ആരിതിന്റെ പിറകെ പോയാലും. അല്ലാണ്ട് അവിടെ ആ ലൂപ്പ് പൊട്ടിച്ച് പുറത്തു വരാൻ എന്തായാലും പറ്റത്തില്ല, പറ്റാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് വേണമെന്നുള്ള ആളെ നേടാൻ വേണ്ടി തന്നെയാ. അതിന് കൊല്ലാനും അർജുൻ മടിക്കില്ല. പിന്നെ അച്ഛൻ ചെയ്ത പോലെ മണ്ടത്തരമൊന്നും അർജുൻ ചെയ്യത്തില്ല. ശിവപ്രസാദിനെ കൊന്നിട്ട് അച്ഛൻ ഇപ്പോഴും സ്വന്തം പെങ്ങളുടെ മുമ്പ് നിഷ്കളങ്കനായി അഭിനയിച്ച് നിൽക്കുന്നുണ്ടല്ലോ. സോ സാഡ്. എൻ്റെ ഒരു അറിവില് അവരുടെ മക്കളുണ്ടല്ലോ, ദേവിക ശിവപ്രസാദിന്റെ മക്കൾ, ദേ ആർ സോ ബ്രില്യന്റ് വിത്ത് ബ്രെയിൻ. നല്ല തലച്ചോറുള്ള പിള്ളേരാ. അത് മേ ബി എങ്ങനെ പോലെ ആയിരിക്കാം. അതുങ്ങളെങ്ങാനും കണ്ടുപിടിച്ച തീർന്നു. എന്റെ ലിസ്റ്റിൽ സത്യം പറഞ്ഞ 2 എണ്ണം ഉണ്ടായിരുന്നു. ആ ഇരട്ടകള് 2. ഒന്ന് എന്റെ ഇന്ദ്രയെ കുത്തിയതുകൊണ്ട്, മറ്റേത് എന്റെ ഇന്ദ്രയെ ഇങ്ങനെ പ്രണയിക്കുന്നതുകൊണ്ട്. കുത്തിയവനെ ഞാനങ്ങ് വെറുതെ വിട്ടു. അതെന്താന്ന് എനിക്കറിയത്തില്ല.
ആ കുത്തിയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഇന്ദ്രയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായി ഇപ്പം. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. പിന്നെ മറ്റവൻ, അവൻ ചത്താലേ ഈ കഥ മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ ഇത് പകുതി വെച്ച് തീരും. അത് ശരിയാവത്തില്ല. എനിക്ക് കഥ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിന് അവൻ ചാവണം. അതിനിപ്പോ വാസുദേവ് ശങ്കർ എന്ന എന്റെ തന്ത എന്റെ മുമ്പിൽ നിന്ന് ഇനി എത്രയൊക്കെ കൊണച്ചാലും ഞാനത് ചെയ്യും. ഇത്രയും ദിവസം മുറിക്കാത്തിരുന്ന് കമ്പനി ബ്രഹ്മാണ്ഡമാക്കാനുള്ള പ്രോജക്റ്റ് ചെയ്തെന്നാണ് വിചാരം. അല്ല അല്ല, പ്ലാനിങ് സംതിങ് ബിഗ്. എങ്ങനെ അവനെ ഒരു ചെവി അറിയാതെ കൊല്ലാം. അത് ചെയ്യുമ്പോ ഒരു 1 ലെവലിൽ തന്നെ ചെയ്യണം. അല്ലാണ്ട് ഈ ആപ്പ് ഇപ്പൊ ഗാങ്സ്റ്ററുകൾ ചെയ്യാൻ പോലെ ചെയ്താൽ പറ്റൂല. ഒരു കൊലപാതകം എന്നൊക്കെ പറഞ്ഞ അതൊക്കെ AK സ്റ്റൈലിൽ ചെയ്യണം. അതാകുമ്പോ ഇൻവെസ്റ്റിഗേഷൻ വന്നാലും AK എന്ന മാഫിയ ഡോൺ ചെയ്തേന്നങ്ങ് വിചാരിച്ചോളൂ. എങ്ങനെ? അച്ഛാ, ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അർജുൻ നേടിയിട്ടുമുണ്ട്. അതുപോലെ ഇതും. അവന് ദ്രോഹം വരണമെന്ന് വിചാരിച്ചവരൊന്നും ജീവിച്ചിരുന്നിട്ടില്ല, ജീവിച്ചിരിക്കത്തുമില്ല. പിന്നെ ഞാനായിട്ട് മുടക്കാൻ നിന്ന പലതും അവനായിട്ട് എന്നെ മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ആസിം ഇബ്രാഹിമിനെ അവൻ ചത്ത എൻ്റെ ഇന്ദ്രിക്ക് വേദന എടുക്കും എന്നാ ഞാൻ അന്ന് ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊല്ലാത്ത. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവര് രണ്ടുപേരും നന്നായിട്ട് ജീവിക്കും, കാളിദാസും ഇന്ദ്രജിത്തും. അത് പറ്റത്തില്ല. അവനെ എനിക്ക് വേണം, എൻ്റെ മാത്രമായിട്ട്, എൻ്റെ മാത്രം ലോകത്തില് ഞാനും അവനും മാത്രം. ഈ പറഞ്ഞ നിങ്ങൾ പോലും കാണാൻ പാടില്ല. ഒരു ഈച്ചക്കുഞ്ഞു പോലും ശല്യത്തിന് വരരുത്. അങ്ങ് അമേരിക്കയിൽ ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ലോകം. ഹാപ്പി ലൈഫ്. ഓ എന്റെ പൊന്നർജുനൻ, നിനക്ക് വട്ടാ മോനെ. ഹീസ് യു ബ്രദർ. എന്റെ അനിയന്റെ മോനാ അത്. അതായത് നിനക്ക് അഖിൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം അവനും. അല്ലാണ്ട് നിന്റെ ഇതൊരു തരം പ്രാന്തോ. ഇത് നീ നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇത് ചെന്ന് അവസാനിക്കാൻ പോകുന്ന നിന്റെ നാശത്തിലായിരിക്കും. അത് നീ മറക്കണ്ട. വെറുതെ ആവശ്യമില്ലാത്ത പണികൾ നീ എരന്ന് വാങ്ങി വെക്കരുത്. നിന്റെ നല്ലതിനാ ഞാൻ പറയുന്നത്. നീ അറിഞ്ഞോന്ന് എനിക്കറിയില്ല, ഇബ്രാഹിം മരിച്ചു, കൊന്നതാ. അന്ന് നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ, ശിവയും സക്രിയയും മരിക്കുന്ന ഒരു ദിവസമാ. അതുകൊണ്ട് സക്രിയെ കൊന്നത് ഇബ്രാഹിം ആയതുകൊണ്ട് തന്നെ ശിവയെ കൊന്നത് ഞാനാണെന്ന് ഒരിക്കലും പുറത്തു വരില്ലെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ പണി അറിയുന്ന അവനാ ചെയ്തേക്കുന്നേ. അതായത് അവനാണ് സക്രിയെ കൊന്നത്. അവൻ സക്രിയെ മാത്രമേ കൊന്നിട്ടുള്ളൂ എന്ന് അത് ചെയ്തവനോട് അവൻ പറഞ്ഞു കാണും. അങ്ങനെയാണെങ്കിൽ അടുത്ത ശിവയെ കൊന്നവന്റെ പുറകെ ആയിരിക്കും. എങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞ തീർന്നു എല്ലാം. ഞാൻ ചത്താലും വേണ്ടില്ല, എനിക്ക് നിങ്ങൾ വേണം, എൻ്റെ 2 മക്കളും ജീവനോടെ. അഖിലൊന്നും ചെയ്തിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ മോനും നിന്റെ അനിയനും ആയെന്നുള്ള സ്ഥിതിക്ക് അവനാരെ ദ്രോഹിക്കാം, എങ്ങനെ വേണം. നമ്മൾ ദുഷ്ടരായോണ്ട് അവനും ദുഷ്ടനാവും നോക്കുന്നവരുടെ കണ്ണില്. അതുകൊണ്ട് വെറുതെ നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വീണ്ടും വരുത്തി വെക്കരുത്. അവനെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. നമ്മളെ ഇങ്ങനെ ആയി. അച്ഛനോട് ഞാൻ പണ്ടേ പറഞ്ഞതാ, അവന്റെ ഈ സിമ്പതി കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്ന്. അവനോട് നമ്മൾ പറഞ്ഞു നമ്മളെ കൂടെ വരാതിരിക്കാൻ. അവന് പണ്ടേ നമ്മൾ തീവ്രവാദികളാണല്ലോ, അതുകൊണ്ടാണല്ലോ അവൻ നന്മമരങ്ങളുടെ കൂടെ നിന്നത്. പിന്നെ അവനെ ദ്രോഹിക്കുന്ന തരത്തിൽ ഞാൻ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ അനിയനാണ്, ആ സ്നേഹം എനിക്ക് അവനോടുണ്ട്. എന്ന് പറഞ്ഞ് ഇന്ദ്രയെക്കാളും മുകളിലാവോ വെച്ചാ എനിക്ക് ഇന്ദ്രയെ വലുത്. ഇന്ദ്രയെ കിട്ടാനായിട്ട് തടസ്സമായിട്ട് അതിനി അച്ഛൻ്റെ പുന്നാരമോൻ അഖിലാണെങ്കിൽ പോലും ഞാൻ കൊല്ലും. എനിക്ക് തടസ്സമായിട്ട് ആരും വരാൻ പാടില്ല വെച്ചാ. ഞാനും അവന് മാത്രം. ഈ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ലോകമല്ലേ, അവിടെ 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 ഞങ്ങൾ മാത്രം.
അവിടെ അച്ഛൻ വരാൻ പാടില്ല, അഖിൽ വരാൻ പാടില്ല, പിന്നെ ആ ചെറുക്കമുണ്ടല്ലോ കാളിദാസ്, അവൻ വരാൻ പാടില്ല, ആരും ആസി വരാൻ പാടില്ല. ഞാനും അവന് മാത്രം. ഞങ്ങൾ സ്നേഹിച്ച് ഞങ്ങളങ്ങ് മരിച്ചോളാം. അവിടെ നിങ്ങളാരും വരാതിരുന്നാൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങളൊക്കെ വന്ന ചോദ്യം, സ്നേഹം, പിന്നെ അവൻ കുറച്ച് സ്നേഹം നിങ്ങൾക്ക് തരണം. അതൊന്നും പറ്റത്തില്ല. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അർജുനെ, നീ സ്വാർത്ഥനാ. അവന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ വെറും സ്വാർത്ഥൻ. ഇന്ദ്ര എന്നൊരാളോടുള്ള നിന്റെ അടങ്ങാത്ത പ്രണയമുണ്ടല്ലോ, അത് അവന്റെ കൈ കൊണ്ട് തന്നെ നീ തീരാതെ നോക്കിക്കോ. ഇനി ഞാനായിട്ട് നിന്നോടൊന്നും പറയുന്നില്ല, എല്ലാം നിന്റെ ഇഷ്ടം. എന്താന്ന് വെച്ചാൽ ചെയ്തോ മോനെ. അച്ഛൻ ഇനി എത്ര കാലാന്ന് അച്ഛൻ അറിയില്ല. ആരെ കൈകൊണ്ട് വേണോ എപ്പോ വേണോ തീരാം. ഇബ്രാഹിം തീർന്നതുപോലെ. ആരാന്നോ എന്താന്നോ ഒന്നും അറിയത്തില്ല, അവനെ കൊന്നതുപോലും. അതുപോലെ തീരാം. എന്നാലും നീയായിട്ട് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ നിനക്കെങ്ങനെ രക്ഷപ്പെടാം, നിനക്കെങ്ങനെ ജീവിക്കാം അർജുൻ എന്ന പേരിൽ. ആരും ഒന്നും അറിയത്തില്ല. ഇങ്ങനെ ആയതോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചതോ, ഇങ്ങനെയൊക്കെ നീ ചിന്തിക്കുന്നതോ ഒന്നും ആരും അറിയത്തില്ല. ഇപ്പൊ ഇത് ഇവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം അർജുൻ എന്ന ബിസിനസ്മാനായിട്ട്. ബിസിനസ്മാൻ അതൊക്കെ എനിക്ക് ഇനിയും നേടാച്ചാ. പക്ഷെ ഇന്ദ്ര എന്റെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവന് ഇനിയും നേടിയില്ലെങ്കിൽ നഷ്ടാവും, എനിക്ക് നഷ്ടാവും. ബിസിനസ്മാൻ എന്നറിയപ്പെടുന്നേക്കാൾ ഉപരി ഇന്ദ്രയുടെ കൂടെ കിടന്നു എന്ന് പറയുന്നതാ എനിക്ക് അഭിമാനം. അല്ലെങ്കിൽ ഇന്ദ്രയുടെ ചെറുക്കനെന്ന് പറയുന്നതല്ല. അതുകൊണ്ട് അവനെ കിട്ടാൻ ഞാൻ എന്തും ചെയ്യും. ആരെയും കൊല്ലും, ആരെയും. അതിനച്ഛൻ തടയണ്ട. അർജുൻ മോനെ, ഇവനെ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് പറ്റാത്തെന്താ? വർഷങ്ങളായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എടാ, നിന്നോട് ഞാൻ പോയി റെഡിയാവാൻ പറഞ്ഞ ഓഫീസിൽ പോകാനായിട്ട്, നീ ഇതുവരെ റെഡി ആയില്ലേ? നീ എന്താ ഈ റൂമിന്റെ ഫ്രണ്ട് ചെയ്യുന്നേ? വന്നേ, പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വന്നേ, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. എന്താടാ, എന്തു പറ്റി മുഖം വല്ലാണ്ടിരിക്കുന്നേ? എന്തു പറ്റി കാശി? മുഖത്തിനെന്ത് കുഴപ്പം? അമ്മ ഞാൻ വരുന്നില്ല. ഇന്നൊരു ദിവസത്തേക്ക് അമ്മ ഒന്ന് ഹാൻഡിൽ ചെയ്യും. നാളെ ഞാൻ വരാം. എനിക്ക് അച്ഛനെ കാണണം. അമ്മ, അച്ഛൻ എവിടെ പോയെന്നറിയോ? എന്താടാ, എന്തു പറ്റി? അച്ചു വിഷ്ണുവിന്റെ വീട്ടിൽ പോയതാ. അവരെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞിരുന്നു. എന്താ, എന്തു പറ്റി? പറ മോനെ, എന്താ? അമ്മയോട് പറ. ഒന്നുമില്ല അമ്മ, അമ്മയോട് ഞാൻ പിന്നോട് പറയാം. വിഷ്ണുവിന്റെ വീട് എവിടെ അമ്മ? അതിന്റെ ലൊക്കേഷൻ കിട്ടാൻ. അല്ല, ഞാൻ അച്ഛനെ വിളിക്കാം. അമ്മ പോ. നോക്ക്, നീ ടെൻഷൻ അടിക്കാതെ. നിനക്ക് ഇപ്പൊ എന്താ അച്ഛനെ കാണണം? ഇപ്പൊ എന്താ സംഭവിച്ചേ? ടെൻഷൻ അടിക്കാണ്ട് നോക്ക്. വിഷ്ണുവിന്റെ വീട്ടിൽ പോണം, അച്ഛനെ കാണണം. പോരെ? അച്ഛനെ വിളിക്ക്, സംസാരിക്ക്. അമ്മയോട് പറ. എന്താ പ്രശ്നം? എന്താ പറ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ അമ്മ? അമ്മയോട് പറയാൻ പറ്റൂല. എനിക്ക് അച്ഛനെ കണ്ടാ മതി. എനിക്ക് അവനോട് പറഞ്ഞാൽ മതി. അമ്മയോട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. പറ്റാത്ത കാര്യം എങ്ങനെ അമ്മയോട് പറയുന്നേ? അമ്മ മാറിക്കേ. കാശി, ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ പറ്റിയേ? എന്റെ പൊന്നു സിദ്ധു, നിന്റെ പ്രശ്നം എന്താ? വന്നപ്പോ മുതൽ ഞാൻ ചോദിക്കാം. ഈ 2 ദിവസം അവിടെ നിന്നിട്ട് വന്നപ്പോഴേ നീ ഇങ്ങനെ. എന്താടാ, എന്താ പറ്റിയേ? എന്തെങ്കിലും പറയാണെങ്കിൽ നിനക്കത് മുഖത്ത് നോക്കി പറഞ്ഞാ പോരെ? എൻ്റെ പ്രശ്നം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? ദയിച്ചായ എൻ്റെ വായിന്നും എല്ലാം കേൾക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എൻ്റെ പ്രശ്നം എൻ്റെ അനിയനാ, ഇന്ദ്രജിത്ത്. ഞാൻ അവിടെ നിന്ന ടൈമിൽ എന്നെ അച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അവ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഇന്ദ്രയുടെ പാസ്റ്റിൽ എന്തൊക്കെയാണ് നടന്നതെന്നും ഇന്ദ്രയ്ക്ക് എന്താ കുഴപ്പമെന്നൊക്കെ. അതൊക്കെ എന്നെയും കുറച്ച് പുറകിലോട്ട് ചിന്തിപ്പിച്ചു. അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോയെന്നോ, അല്ലെങ്കിൽ അവൻ്റെ പാസ്റ്റിൽ അവ ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊക്കെ. ചിലപ്പം മേ ബി അതായിരിക്കും അവൻ ഇങ്ങനെ ആക്കിയത്. നിങ്ങളാരും കൂടെ നിന്നിട്ടില്ലേ? ഒരു 100 ചോദ്യങ്ങളായിരുന്നു അച്ചുവിൻ്റെ വായിന്ന്. പോരാഞ്ഞിട്ട് ഒരു കാര്യം കൂടെ അവൻ പറഞ്ഞു. ഇവിടെ ഉള്ളത് കിച്ചു അല്ല, അച്ചു വന്നു. കിച്ചു അച്ചുവിൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അത് ഇന്ദ്രയ്ക്കറിയാം.
ഇന്ദിരയോട് അവൻ പറഞ്ഞു. പക്ഷെ അവന് എങ്ങാനും എനിക്ക് വല്ലതും അറിയാവോ എന്നറിയാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ചത്. ഇതൊക്കെ ഇച്ചായനോട് പറയാമെന്ന് വിചാരിച്ചാൽ ഇച്ചായൻ ബിസി ആയിരുന്നില്ലേ ദേവമ്മയുടെ കൂടെ, അതാ പിന്നെ ഞാൻ പറയാണ്ടിരുന്നത്. പക്ഷെ ഇച്ചായൻ അറിയത്തില്ല, അന്ന് ശിവാങ്കളും സക്രിയങ്കളൊക്കെ മരിച്ച ടൈമിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷം ആ ഇൻസിഡൻറ്റിന് ശേഷം ഒരു 2-3 മാസം ഇന്ദിര സൈക്കാട്രിസ്റ്റിൻ്റെ ചികിത്സയിലായിരുന്നു. ഒരുമാതിരി പ്രാന്തന്മാരെ പോലെ മെൻ്റൽ ഹോസ്പിറ്റലിൽ വരെ അവനെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് മുമ്പ് എന്താ നടന്നതെന്ന് അവരാരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കോളേജിൽ എന്തോ ഒരു ഇഷ്യൂ ആയി, അടിപിടിയായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ആസി ഇന്ദ്രയും കൂടെ ബ്രേക്കപ്പ് ആവുന്നതും എല്ലാം ആസി തന്നെ ബ്രേക്കപ്പ് പറയുന്നത്. അതൊന്നും അത്ര കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ചിന്തിക്കുമ്പോൾ. അന്ന് അച്ചു പറഞ്ഞ പോലെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എനിക്കറിയത്തില്ല ഇന്ദിര എന്തുകൊണ്ടായിരിക്കും അന്ന് അങ്ങനെ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്തത്? എന്തുകൊണ്ടായിരിക്കും അവൻ ആ സിറ്റുവേഷനിൽ എത്തിച്ചത്? എന്തുകൊണ്ടാണ് പഴയ ഇന്ദിര പിന്നെ ഇങ്ങനെ ആയത്? എല്ലാം കൂടെ ചിന്തിച്ചിട്ട് എനിക്ക് ഭ്രാന്തെടുക്കുക ഇച്ചായ. ഒരുപക്ഷെ അതിൽ എൻ്റെ തെറ്റും കാണുമോ? ഒരു ചേട്ടനായിട്ട് ഞാൻ അവനെ നോക്കിയിട്ടില്ലല്ലോ. എന്റെ സിദ്ധു, അച്ചു ഇങ്ങനെയൊക്കെ വിളിച്ച് ചോദിച്ചത് അവൻ എന്തെങ്കിലും ഡൗട്ടായിട്ടായിരിക്കാം. മേ ബി നീ പറഞ്ഞ പോലെ കിച്ചുവിന് വരെ അച്ചു കൂടെ വന്ന് നിന്ന ടൈമിൽ അത് നീ പറഞ്ഞാണല്ലോ ഇപ്പം ഞാനും അറിഞ്ഞത്. ഐ ഓൾസോ ഷോക്ക്ഡ്. ബട്ട് അങ്ങനെ വന്ന് നിന്ന ടൈമിന് അവന്റെ ബിഹേവിയേഴ്സിലൊക്കെ മാറ്റങ്ങൾ തോന്നിക്കാണാം. അച്ചുവിനെ എനിക്കറിയത്തില്ലേ, അവന് തൊട്ടേനും പിടിച്ചതിനും ഡൗട്ടാ. അതുണ്ടെങ്കിൽ അവൻ മുഖത്തോക്കി ചോദിക്കുകയും ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അത്രയും നിന്നോട് ചെയ്തോളൂ. അവ ഇവിടെ വന്ന് നിന്ന ടൈമിന് നോക്ക് സിദ്ധു, നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവന്റെ മനസ്സിൽ. ശിവാങ്കള് മരിച്ചതിന് ശേഷം അച്ചു ഒട്ടും നോർമലായിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്. ഒരുമാതിരി പ്രാന്തന്മാരെ പോലെ, ഭ്രാന്ത് പിടിച്ചതുപോലെ ഭയങ്കര ദേഷ്യമായിരുന്നു. അച്ചു നീ കാണും പോലെ അല്ല. പണ്ട് ഇത്രയും റൂഡായിരുന്നില്ല. ഇന്ദ്രിയനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന അത്രയും ഇതിലെത്തണമെങ്കിൽ അത് അവന്റെ അച്ഛന്റെ മരണശേഷമാണ്. അന്ന് അങ്കിള് മരിക്കുന്ന സമയത്തിന് കിച്ചു ഉണ്ടായിരുന്നു കൂടെ. അവന്റെ മുമ്പിൽ വെച്ച അങ്കിളിനെ അങ്ങനെ കൊന്നത്. അതിനുശേഷം അതിന്റെ ഷോക്കിലും അതിന്റെ ഇതിലൊക്കെ കിച്ചു ഇങ്ങനെ ആയത്. അതും ഇതും എല്ലാം കൂടെ കൂടിയാ അച്ഛനെ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചതും ഇത്ര റൂഡാക്കിയതും. അല്ലാണ്ട് അവൻ പണ്ട് ഇങ്ങനെയല്ല. അവന്റെ ക്യാരക്ടർ ആയിരിക്കാം മേ ബി നിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ടെല്ലാം ചോദിച്ചത്. പക്ഷെ അവന് പാര് ഇവിടെ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും, എനിക്ക് ഉറപ്പാ, 100% ഉറപ്പാ, അത് അങ്കിളിനെ കൊന്ന ആരാന്ന് കണ്ടുപിടിക്കാനായിരിക്കും. 3 വർഷമായിട്ട് അവൻ അതിന്റെ പുറകെയാ. ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞ് പിന്തിരിപ്പിച്ച് വിട്ടതാ. പക്ഷെ എനിക്കറിയാം അവന്റെ അച്ഛൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. അതിനി ആരായാലും അവൻ കണ്ടുപിടിക്കും. നീ മാത്രമല്ല, ഒരു സ്ഥലത്ത് വെച്ച് ഞാനും ഒരു ഉപയോഗമില്ലാത്ത ചായനാടോ. എൻ്റെ ആദമ്മ, എൻ്റെ ആൽവി, ഇവർക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് വേണ്ടി ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. ഇവർക്ക് വേണ്ടി ഒന്നും ഞാൻ നിന്നിട്ട് പോലുമില്ല. അവർ രണ്ടുപേരും ഇവിടെ കുഞ്ഞുതാന്ന് പോലും ഓർക്കാതെയല്ലേ ഞാൻ ദേവമ്മയുടെ കൂടെ പോയത്. അതിന്റെ ദേഷ്യം രണ്ടുപേർക്കും എന്നോടുണ്ട്. പക്ഷെ അതവർ പുറത്തു കാണിക്കുന്നുണ്ടോ? അതാ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഇന്ദ്ര എന്നെങ്കിലും അവന്റെ കൂടെ നീ നിൽക്കാത്തതിന്റെ പരിഭവം നിന്നോട് കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി അവന്റെ ലൈഫിൽ എന്തൊക്കെ നടന്നാലും ഒരു നാളെല്ലാം പുറത്തു വരും. ഒരിക്കലും ആർക്കും ഉള്ള കാലം ഒന്നും മൂടി വെക്കാൻ പറ്റത്തില്ല സിദ്ധു. അതുകൊണ്ട് തന്നെ നീ പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല. അന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെറിയ അടിപിടി ഇഷ്യൂസ് ആയിരിക്കാം, നീ പേടിക്കാതെ. അതങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. നിനക്കറിയില്ലേ ചായ, അന്ന് അവൻ വീട്ടിലല്ലായിരുന്നു. ആദമും അവനും അർജുനേട്ടൻ്റെ കൂടെ ആയിരുന്നു പഠിക്കാൻ പോയതും എല്ലാം. ഇവിടുന്ന് ഭയങ്കര ലോങ് ആയതുകൊണ്ട് തന്നെ അച്ഛനാ ആദമിനെ അവനെയും കൂടെ അർജുനേട്ടൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്നു പറഞ്ഞ് ആക്കിയത്. വീട്ടിലല്ല, അർജുനേട്ടൻ അവിടെ ഒരു ഫ്ലാറ്റിലായിരുന്നു. മുംബൈയിലൊരു കമ്പനിയുടെ കാര്യത്തിനായിട്ട് അർജുനേട്ടൻ അന്ന് അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല, എന്തോ നടന്നിട്ടുണ്ട് പണ്ട്, നമ്മൾ ആരും അറിയാത്ത എന്തോ. എന്താ ഇയാള് കാണണമെന്ന് പറഞ്ഞത്? വിളിച്ചു വരുത്തിയിട്ട് 1/2 മണിക്കൂറോളമായി. ഇത്രയും നേരമായിട്ട് സൈലൻസ് തന്നെയാണ്, യാതൊന്നും മിണ്ടുന്നില്ല.
എന്താ തൻ്റെ വാപ്പ മരിച്ചത് ഇന്നലെയാണല്ലേ? ഞാൻ അറിഞ്ഞു. സോ സാഡ്. എൻ്റെ അച്ഛനാ പറഞ്ഞത്. എൻ്റെ അച്ഛൻ ഇന്നാ വന്നേ. അപ്പോഴേ പറഞ്ഞത് ഇബ്രാഹിം മരിച്ചു എന്ന്. ആരോ കൊന്നതാണെന്ന് പറഞ്ഞു. ശരി തന്നെയാണോ? തൻ്റെ വാപ്പ മരിച്ച് അധികം നേരം ആവണതിന് മുമ്പേ താൻ എന്നെ വിളിച്ച് കാണണമെന്ന് പറയണമെങ്കിൽ സംതിങ് ഫിഷി. എന്താ അതിൻ്റെ ഗുഡ് ആൻസ്? ഗുഡ് ആൻസ് ഉണ്ട്. ഖബറടക്കം കഴിഞ്ഞ ഉടനെ ഞാൻ നേരെ വീട്ടിലോട്ടല്ല പോയത്. നിന്നെക്കുറിച്ച് തിരക്കാണ്. നീ എന്ന വ്യക്തിയെക്കുറിച്ച് തിരക്കാൻ. എൻ്റെയും വാപ്പാടെയും കൂടെ നിന്നവൻ ആൽബിൻ. അവനെക്കുറിച്ച് ഞാൻ തിരക്കി. അവൻ ഈ ഫാമിലി സെൻറ്റിമെൻ്റൽ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ഈ ചായൻ, അപ്പച്ചൻ, ചേട്ടന്മാര്, എനിക്ക് അങ്ങനെ ഒരാളെ അല്ല വേണ്ടത്. നിന്നെയാ വേണ്ടത്. അർജുൻ വാസുദേവ ശങ്കറിനെ ഞാൻ തിരക്കി. ഒരുപാട് തിരക്കി. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് അറിയുകയും ചെയ്തു. ഇൻട്രസ്റ്റിംഗ്. എനിവേ, എൻ്റെ വാപ്പ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റാരെക്കാളും എൻ്റെ വാപ്പാട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. ആദം സക്രിയ ജോണും. പക്ഷേ ഐ ഹാവ് എ സാഡ് ന്യൂസ്. ആദം സക്രിയ ജോണിൻ്റെ കൈ കൊണ്ടാണ് എൻ്റെ വാപ്പ മരിച്ചത്. അതിനുശേഷം ഞാൻ അറിഞ്ഞൊരു ന്യൂസ്, എനിക്ക് ഒരിക്കലും ആദമിനെ കിട്ടില്ലെന്ന്. വാപ്പ പോയി. എനിക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരാൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് മസ്റ്റ് ബി ഹേർട്ട് ടു മീ. എനിക്ക് ഹേർട്ട് ചെയ്യും ഇതാ ഇവിടെ ഒരുപാട്. പക്ഷേ അങ്ങനെ ഒരാൾ പോയി എന്നും പറഞ്ഞ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരാളെ നഷ്ടപ്പെടുത്താൻ ഐ എം നോട്ട് റെഡി. എനിക്കതിന് പറ്റത്തില്ല. സോ അർജുൻ, എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണം. എനിക്കറിയാം നീയും എന്നെ പോലെ ഒരാളെ ക്രേസി 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 ആയിട്ട് ലവ് ചെയ്യാന്ന്. ഐ മീൻ മാഡായിട്ട് ലവ് ചെയ്യാന്ന്. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയാൽ ഞാനും നീയും ഒരേ തോണിയിലെ യാത്രക്കാരാണ്. നമുക്ക് രണ്ടുപേർക്കും വേണ്ടത് ഓരോരുത്തരെ. അവരെ പിടിച്ചു വച്ചിരിക്കുന്നത് ഒരു ഒന്നടങ്കമുള്ള ഫാമിലി. മേ ബി ആ ഫാമിലി മൊത്തത്തിൽ നശിച്ചാൽ നമുക്ക് കിട്ടേണ്ടവരെ കിട്ടും. ആ 2 പേരെ മാത്രമായിട്ട്. ആം ഐ റൈറ്റ് അർജുൻ? Oh, good. I like your move. Actually, it's a good plan, but എനിക്ക് ആ ഫാമിലിയിലുള്ള എല്ലാരെയും കൊല്ലണ്ട. എൻ്റെയും എൻ്റെ ചെറുക്കൻ്റെ ഇടയിൽ വന്ന് നിൽക്കുന്ന ഒരുത്തനെ മാത്രം കൊന്നാൽ മതി. മേ ബി നിനക്ക് നിന്റെ വാപ്പ പോയതിൻ്റെ റിവെഞ്ച് ഫാമിലി ഒന്നടക്കം. I can understand. But എനിക്കതില്ല. എൻ്റെ മൈൻഡിൽ the one and only person ഇന്ദ്രജിത്ത് ദേവ്ശങ്കർ. അവന് വേണ്ടി ഈ ലോകം വേണോ ഞാൻ നശിപ്പിക്കും. പക്ഷേ തെറ്റ് ചെയ്യാത്തവരെ കൊല്ലാൻ അർജുനില്ല. ഞാൻ കൊല്ലും ഒരുത്തന്. ഞങ്ങൾക്കിടയിൽ ഇപ്പോഴത്തെ കരു കാളിദാസ് ശിവപ്രസാദ്, അവന് മാത്രം. പിന്നെ എൻ്റെ പ്ലാനൊക്കെ നീ അറിഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ നിന്റെ കൂടെ കളിക്ക് ഞാനും നിൽക്കാം. അത് പിന്നെ സ്വന്തമാക്കി തരാം. പക്ഷേ ഐ വിൽ നെവർ ഡു ദാറ്റ്. ഫാമിലി ഒന്നെടുക്കാം, അതിന് ഞാൻ കൂട്ടിയിട്ടില്ല. അത് നിനക്ക് ചെയ്യാം. നിന്റെ വലം കൈയായി ഞാൻ കാണും. പക്ഷെ നീ ചെയ്യുന്ന ഒരു കാര്യം പോലും എന്നെയോ എൻ്റെ ചെറുക്കനെയോ ബാധിക്കാൻ പാടില്ല. ഉറപ്പ് വരാൻ പറ്റുമോ? ഓ, അങ്ങനെയാണോ? തെറ്റ് ചെയ്യാത്തവരെ അർജുൻ അപ്പോൾ ഒന്നും ചെയ്യത്തില്ല. ദാറ്റ്സ് ഗുഡ്. ബട്ട് അതെന്ത് ലോജിക്ക് അർജുൻ? ഒരു കണക്കിന് നോക്കിയാ
കാളിദാസ് എന്ത് തെറ്റാ അർജുൻ ചെയ്തേ? എന്താ ഇന്ദ്രയെ വർഷങ്ങളായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതോ? അതോ ഇന്ദ്ര ചെയ്ത എല്ലാ ദ്രോഹങ്ങളും സഹിച്ചിട്ടും പട്ടിയെപ്പോലെ വീണ്ടും വീണ്ടും അവൻ്റെ അടുത്ത് കിടന്നതോ? അതോ ഇത്രയൊക്കെ ദുഷ്ടത്തരം അവൻ്റെ അടുത്ത് കാണിച്ചിട്ടും അവനെ പ്രണയിക്കുന്നതോ? അതോ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അവനെ അവൻ്റെതായി മാത്രം പിടിച്ചു നിർത്തുന്നതോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അർജുൻ ചെയ്യുന്നതും തെറ്റല്ലേ? ഒരാളെ മാത്രം വേണമെന്ന് വാശി പിടിക്കുന്നത് തെറ്റാണ്. ഒരാളെ മാത്രം പ്രണയിക്കുന്നതും തെറ്റാണ്. ഒരാളെ മാത്രം സ്നേഹിക്കുന്നതും തെറ്റാണ്. ഒരാളെ മാത്രം ഇങ്ങനെ ഭ്രാന്തമായി പ്രേമിക്കുന്നതും, അയാളെ പ്രേമിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരാളെ കയറി വന്നാൽ അയാളെ തകർക്കുന്നതും എല്ലാം തെറ്റാണ്. അപ്പോൾ തെറ്റുകാരെ മാത്രം ശിക്ഷിക്കുന്ന അർജുനാണെങ്കിൽ കാളിദാസിന് അർജുനൊന്നും ചെയ്യാൻ പറ്റില്ല. കാളിദാസ് നിരപരാധിയല്ലേ? അങ്ങനെ നോക്കിയാ അർജുനൻ നിരപരാധിയല്ലേ? ഓ, ഐ ആം കൺഫ്യൂസ്ഡ്. എന്ത് ചെയ്യും? അങ്ങനെ നോക്കിയാ നീയും തെറ്റുകാരിയല്ലേ? Am I right, ഫിദ? അങ്ങനെ നോക്കുമ്പോ ഈ തെറ്റുകാരൻ മാത്രം കൊല്ലുന്ന ഞാൻ നിന്നെയും കൊല്ലണ്ടേ? ഫിദ, ഞാൻ നിന്നോട് പറഞ്ഞു, നിനക്ക് എന്തു ആവാം, നിന്റെ കൂടെ ഞാൻ കാണും. പക്ഷേ നീ എനിക്ക് ഒരു വാക്ക് മാത്രം തന്നാ മതി. ഏതായാലും എന്റെ കൊക്കില് ജീവൻ പോകുന്നിടത്തോളം കാലം ഇന്ദ്രയ്ക്കൊന്നും പറ്റില്ല. ബിക്കോസ് എനിക്ക് അവന് ഒരുമിച്ച് ജീവിക്കണം. അത് ഈ പറയുന്ന അപ്പീകളി ചേർക്കം വരുന്നതിന് മുമ്പേ ഞാൻ കണ്ട സ്വപ്നവാ. അവൻ ഇന്നലെ കയറി വന്നതാ ഫിദ. അപ്പോ ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ തെറ്റുകാരനല്ല, അവനാ തെറ്റുകാരൻ. മനസ്സിലായോ? അതുകൊണ്ട് അവനെ കൊല്ലുന്നതിന് എന്നോട് ചോദിക്കാൻ ഒരു പൂവും വരൂല, ദൈവം പോലും. പിന്നെ നിന്നെ സംബന്ധിച്ച് നോക്കുമ്പോ ഇറ്റ്സ് എ കോളേജ് ലവ് സ്റ്റോറി, റൈറ്റ്? ഗ്രൈറ്റ്. നിനക്ക് ഞാൻ കാണും കൂടെ സൈഡിൽ, എന്തിനും ഏതിനും. ബട്ട് വൺ കണ്ടീഷൻ. എൻ്റെ അനിയൻ അഖിൽ വാസുദേവ ശങ്കർ, അവനൊന്നും പറ്റരുത്. അത് ഞാൻ എൻ്റെ അച്ഛന് കൊടുത്ത വാക്കാം. സത്യം പറഞ്ഞ ഞാൻ ഈ ഫാമിലി സെന്റിമെന്റിലുള്ള ആളൊന്നുമല്ല. അവനെ ആരെങ്കിലും എൻ്റെ മുമ്പിട്ട് കൊന്നാലും ഞാൻ തിരിഞ്ഞു നോക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് ഇന്ദ്രയാണ്. അവനാ എൻ്റെ ലോകം, അവനാ എൻ്റെ എല്ലാം. ബട്ട് അച്ഛൻ എന്നോട് ഇന്ന് ചോദിച്ച കാര്യമാണ്. അച്ഛൻ എന്ത് വേണോ എപ്പോ വേണോ സംഭവിക്കാം. അതിന്റെ റീസൺ വേറൊന്നുമല്ല. ശിവപ്രസാദ് എന്ന ആ വലിയ പുള്ളിയെ കൊന്നത് എന്റെ തന്തയാ. നിന്റെ പാപ്പ മരിച്ചപ്പോ തന്നെ അച്ഛൻ അവിടെ ആടിയിട്ടുണ്ട്, ചെറുതായിട്ട് ആടി ഉലഞ്ഞിട്ടുണ്ട്. പേടിയുണ്ട്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ തീർന്നു കഴിഞ്ഞാൽ അനിയനൊന്നും പറ്റരുതെന്ന്. എന്റെ നിലനിൽപ്പും എപ്പ തീരും എന്നുള്ള സ്ഥിതിയിലാണല്ലോ, അതുകൊണ്ടായിരിക്കാം പറഞ്ഞത്, മേ ബി. അതുകൊണ്ട് നീ എന്ത് ചെയ്യോ ഏത് ചെയ്യോ, കുടുംബത്തോടെ കത്തിക്കോ, അതെനിക്കറിയണ്ട. എന്റെ അനിയന് ഒന്നും പറ്റരുത്. അത് അവന് ഞാൻ ചേട്ടനായോണ്ടുള്ള അവനോടുള്ള അടങ്ങാത്ത സ്നേഹമല്ല. ഇറ്റ്സ് അച്ഛൻ ഈ ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ എൻ്റെ അച്ഛനാണ്. കാരണം ഇന്നേ വരെ എന്നെ കുറിച്ചുള്ള ഈച്ച് ആൻഡ് എവറി സീക്രട്സ് ഹി നോ എവറിത്തിങ്. പക്ഷെ ഇന്നേ വരെ എന്നെ ചതിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല.
എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആരെയും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ അച്ഛനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ ചെയ്തു കൊടുത്തിരിക്കും. അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, അഖിലിനൊന്നും പറ്റരുതെന്ന്. നിനക്ക് എന്ത് വേണോ ചെയ്യാൻ ഫിദ, അതിന് ഞാൻ കാണും നിന്റെ കൂടെ. കാരണം ഒരാൾ അറിയാതെ ഒരാളെ സ്നേഹിക്കുന്നതിന്റെ വില എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെന്റെ വാക്കാണ്. നിനക്ക് ആദമിനെയും കിട്ടും, എനിക്ക് ഇന്ദ്രനെയും കിട്ടും. ചാകേണ്ട ഒരു ചാകുകയും ചെയ്യും. അതിന് സിമ്പതി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ കാണും കൂടെ, എന്തിനും ഏതിനും. ഇത് അർജുന്റെ വാക്കാണ്. ദാറ്റ്സ് ഇറ്റ്. എനിക്കത് മതി. ആൻഡ് വാട്ട്സ് യുവർ പ്ലാൻ? പറയാം. ഐ വിൽ എക്സ്പ്ലെയിൻ എവരിത്തിങ്. അങ്കി എന്തുപറ്റിയിടാ? വന്ന 10 മിനിറ്റ് നീ ഓക്കെ ആയിരുന്നു, പിന്നെ ഒരു കോള് വന്നു, നീ എല്ലാം മൂഡ് ഓഫ് ആയി. എന്തുപറ്റി? ഇതിനാണോ നീ എല്ലാരെയും വിളിച്ചോണ്ട് വന്നേ? ഈ ചായനും ഋഷിയും എല്ലാരും ഉണ്ട്, നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്ന എന്താടാ പറ്റിയേ? ആരെ വിളിച്ചേ? ഒന്നുമില്ലടാ, അമ്മ വിളിച്ചതാ. കാശിയേട്ടൻ എന്തോ ഓക്കെ അല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ വെപ്രാളം കാണിച്ചെന്നാ പറഞ്ഞത്. അതിനുശേഷം ഓക്കെ അല്ലാത്ത. പക്ഷെ കാശിയേട്ടൻ എന്നെ വിളിച്ചില്ല. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എനിക്കൊരു സമാധാനമില്ല. ഇനി ആദമുമായിട്ട് വീണ്ടും വല്ല പ്രശ്നവും. ആദമിനാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇപ്പം ആരെ വിളിച്ച് ചോദിക്കാനാ? ഇന്ദ്ര കിച്ചുനെ കാണാൻ പോയതായോണ്ട് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അവർ സംസാരിക്കട്ടെ. അല്ലെങ്കിൽ മേ ബി ഇങ്ങോട്ട് വരുന്നതായിരിക്കത്തില്ലേ? ഇങ്ങോട്ട് വരുന്നതാണല്ലോ ആൻറ്റിയോട് പറഞ്ഞെന്ന് പറഞ്ഞത്. സോ ഡ്രൈവിംഗ് ആയിരിക്കും, അതായിരിക്കും ഫോൺ എടുക്കാത്ത. ടെൻഷൻ അടിക്കണ്ട, ഒന്നും കാണത്തില്ല. അതേടാ, അവ വണ്ടി ഓട്ടിക്കായിരിക്കും. നീ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് കാട് കയറാതെ. ഇതോ ഇവന്റെ ബ്രദർ വന്നിട്ടുണ്ട്. ബാ, നമുക്ക് അകത്തോട്ട് പോയി അയാളെ പരിചയപ്പെടണ്ടേ? നീ വന്നേ. ഗൈസ്, ഞാൻ അതുപോലെ തന്നെ വന്നേ. എനിക്കൊന്ന് പുറത്തു വരെ പോകണം. എൻ്റെ കൂടെ പണ്ട് ഈ ഹാക്കിംഗ് ഒക്കെ പഠിച്ചൊരു കൊളീഗുണ്ട്. മീൻസ് ഒരു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലാസ്മേറ്റ് എന്നൊക്കെ പറയാം. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഒരു ആരവ് മൂർത്തി. അവനെന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് കിട്ടിയായിരുന്നു. അത് സത്യമാണോ അല്ലേന്ന് അറിയാത്തുള്ള ഞാൻ നിങ്ങളോട് പറയാത്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു കാര്യം പറയാൻ അവൻ വിളിച്ചിരിക്കുന്നത്. മേ ബി അത് സത്യമാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കിത് ഉറപ്പിക്കാം. എന്നാൽ ഞാൻ പോയി അവനെ കണ്ടിട്ട് വരട്ടെ സാർ. നീ പോട്ടോ. പിന്നെ ആരവമൂർത്തിയെ എനിക്കറിയാം. അവനോട് പറഞ്ഞേര്, എന്നെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ അവൻ തീരുമെന്ന്. പൊക്കോ. അച്ഛൻ്റെ കാര്യം വല്ലതാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ഇങ്ങ് അറിയിച്ചേക്കണം കേട്ടല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ഓൾമോസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചതാ. പക്ഷേ അവനും ആ കാര്യം പറയാൻ തന്നെ വിളിച്ചേക്കുന്നത്. ഞാൻ പോയി നോക്കട്ടെ. നീ ചെല്ല്, പോയിട്ടോ. അങ്കിതേ നോക്ക്, നീ പാനിക് ആവണ്ട, ഒന്നും ഉണ്ടാവില്ല. അവൻ ഡ്രൈവ് ചെയ്ത് വരുമായിരിക്കും. നീ വാ, അത്തോട്ട് വാ. ഇച്ചേ, ഹലോ കാശേട്ടാ. ഹലോ, എവിടെയാ? ഹലോ കാശേട്ടാ, കരയാണ്ട് കാര്യം പറ കാശേട്ടാ. എവിടെയാ? ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിൽ. നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. വിഷ്ണു, നീ ആ ലൊക്കേഷൻ കാശേട്ടന് ഷെയർ ചെയ്തോളൂ. ഇപ്പോൾ വരും. നീ അത് നോക്കി കറക്റ്റിങ് വന്നാൽ മതി. ഒന്നുമില്ല ഇവിടെ വന്നിട്ട് സംസാരിക്കാം. നീ ടെൻഷൻ അടിക്കാതെ. എന്തുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് പറയാം. ടെൻഷൻ അടിക്കാതെ. ഓക്കെ, വെക്കി. ഈ ചായ എന്തോ ഉണ്ട്. കാശേട്ടൻ ഭയങ്കര വൈൽഡായിട്ട് കിടന്ന് കരയുക. അങ്ങേരിങ്ങനെയൊന്നും കരയുന്ന ടൈപ്പല്ല. ആദമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുമായിട്ടുള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് പോലും കാശിയേട്ടൻ ഇങ്ങനെ കരഞ്ഞിട്ടില്ല. എന്തോ ഉണ്ട്. ഓ വിഷ്ണു, ഞാൻ ഒട്ടും ഓക്കെ അല്ലടാ. ഓ എൻ്റെ പൊന്നെങ്കിൽ ഒന്നുമില്ല. കാശിയേട്ടൻ ഇങ്ങോട്ടല്ലേ വരുന്നേ, നമുക്ക് ചോദിക്കാം. നീ ഇപ്പോൾ വാ, അകത്ത് വാ. അവിടെ ചേട്ടനൊക്കെ വന്നിരിപ്പുണ്ട്, നമുക്ക് അവരോട് സംസാരിക്കാം. അപ്പോഴത്തേനും നീ കുറച്ച് കൂളാവും. നീ ഇപ്പോൾ ഒന്ന് സമാധാനപ്പെടി. ഇങ്ങോട്ടാ വരുന്നേ, എന്താ കാര്യം ചോദിക്കാം. ഇൻ കേസ് ഇനി ആദമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. വാ, നീ വാ. ഇന്ദ്ര,
ഇതിപ്പോൾ അരമണിക്കൂറായില്ലേ നമ്മളിവിടെ വെറുതെ ഇരിക്കുന്നു. ഇങ്ങനെ വെറുതെ ഇരിക്കാനാണോ ഞാൻ കഷ്ടപ്പെട്ട് മതിൽ ചാടി വന്നത് ഇന്ദിരയുടെ അടുത്ത്? ഇന്ദിരയ്ക്ക് എന്തോ ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ ഇന്ദിര ഓക്കെ അല്ലേ? നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഈ ലോകത്ത് മറ്റാര് കൂടെയുള്ളേക്കാളും ഞാൻ ഓക്കെയാ. ഒരുപാട് ഓക്കെയാ. പറയാനുണ്ട് ഒരുപാട്. പറയുമ്പോൾ എല്ലാം തുടക്കം തൊട്ടേ പറയണമല്ലോ. നിനക്ക് ആസിയേട്ടനെ അറിയത്തില്ലേ? നിന്റെ ആസിയേട്ടന് ഇന്ദിര ഇഷ്ടമായിരുന്നു. ഇന്ദിരയ്ക്ക് ആസിയേട്ടനെ അറിയുമ്പോൾ നീ അവിടം തൊട്ട് അറിയണം. ഞങ്ങളുടെ പ്രണയം തൊട്ട്, ഞങ്ങളുടെ കോളേജ് ലൈഫ് തൊട്ട് എല്ലാം.